സിന്ധുവിൻ്റെ ഉപനദിയായ പഞ്ചനദികളിൽപ്പെട്ട ചെനാബ് നദിയുടെ കുറുകെ ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് പണിതു. ലോക എഞ്ചിനീയറിംഗ് വിസ്മയത്തിലെ അത്ഭുതം ഇന്ന് നരേന്ദ്രമോദി രാജ്യത്തിന് തുറന്നു കൊടുത്തു. അതിനോടനുബന്ധിച്ച് നരേന്ദ്രമോദി ചെയ്ത വളരെ കാലിക പ്രസക്തമായൊരു പ്രസ്താവനയുണ്ട്. എന്നെ ആകർഷിച്ചത് പാകിസ്ഥാനെതിരെ നടത്തിയ ആ പ്രസ്താവന. അതായത് പാകിസ്ഥാൻ ധരിച്ചത് കാശ്മീരിൽ എന്നും മതത്തിൻ്റെ കലാപമുണ്ടാക്കി മതത്തിൻ്റെ വേരുകൾ ഊന്നി അവരെ പട്ടിണിക്കിട്ട് ദാരിദ്ര്യത്തിലിട്ട് അവരെ പീഡിപ്പിക്കാം എന്നുള്ളതായിരുന്നു. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ, പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ RSSൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും BJPയുടെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു, പലതുണ്ടായിരുന്നു. രാമക്ഷേത്രം പണിയുക, ആർട്ടിക്കിൾ 370 എടുത്ത് കളയുക, അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ രാമക്ഷേത്രം പണി അവർ നടത്തി, അത് നന്നായി നടന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വിഷയം വന്നത്. 370 എടുത്ത് കളയും. അപ്പോൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ പലരും അന്ന് എതിർത്തു. പക്ഷേ അവസാനം കോൺഗ്രസിൻ്റെ സൽമാൻ ഖുർഷിദും ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്ന സംഘാംഗമാണ്, അദ്ദേഹവും അതുപോലെ ഗുലാം നബി ആസാദും ഇപ്പോൾ കുറേശ്ശെ ആളുകൾ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി, ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി 66% ആളുകൾ വോട്ട് ചെയ്തു. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയുമായി. അപ്പോൾ കാശ്മീർ സാവധാനത്തിൽ തിരിച്ചു വരുന്നുണ്ട്. മാത്രമല്ല അവിടെ ടൂറിസം വളരെ ശക്തമായി വേരുപിടിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ ടൂറിസത്തിലൂടെ ലഭിക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ അവിടെ വരാൻ തുടങ്ങി. അവർക്ക് വരുമാനവും കിട്ടി തുടങ്ങി. അപ്പോൾ അവിടെ അത് പച്ചപിടിക്കുന്നത് പാകിസ്ഥാൻ ഇഷ്ടപ്പെട്ടില്ല, പാകിസ്ഥാൻ അത് മനസ്സിലായില്ല എന്നതാണ് നരേന്ദ്രമോദി ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതും. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അവർ പഹൽഗാമിൽ ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. പിന്നെ സാധാരണ ബോംബെ ആക്രമണം നടത്തിയപ്പോഴും പാർലമെൻറ്റ് ആക്രമണം നടത്തിയപ്പോഴും ഇത്തരത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ട് സൈന്യത്തെ തിരിച്ചടിക്കുകയാണെങ്കിൽ അത് വേറൊരു തരത്തിലേക്ക് വളർത്തിക്കൊണ്ട് പോകാം. സിവിലിയന്മാരെ അടിക്കുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ ഒരു സങ്കടത്തിൻ്റെയും പരിതാപത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്ത് കൂടുതൽ പണമുണ്ടാക്കുകയും ലോക ജനതയെ, മുസ്ലിം ജനതയെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും തിരിക്കാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ബോധപൂർവമായ ശ്രമമാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ നടത്തിയത്. അതുകൊണ്ടാണല്ലോ കലിമ ചൊല്ലാൻ പറഞ്ഞതും അല്ലെങ്കിൽ കലിമ അറിയാമെന്ന് ചോദിച്ചതും സുന്നത്ത് ചെയ്ത കാര്യങ്ങളും മുണ്ടഴിച്ച് കാണിക്കണം അല്ലെങ്കിൽ പാൻ്റ് അഴിച്ച് കാണിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ വന്നത്. തീർച്ചയായിട്ടും ഒരു മുസ്ലിം ഹിന്ദു വിരോധം ഭാരതത്തിൽ അഴിച്ചുവിട്ട് അങ്ങനെ ബഹളമുണ്ടാക്കുക. അതുകൊണ്ടാണ് ഭാരതത്തിൽ വന്ന് അത് പറ്റാതിരുന്നപ്പോഴാണ് സുവർണക്ഷേത്രത്തിനെ കൈകാര്യം ചെയ്തുകൊണ്ട് സിഖ് ഹിന്ദു കലാപം ഉണ്ടാക്കാൻ കഴിയുമോ. അപ്പോൾ മതത്തെ വളരെ കൃത്യമായി, സിഖ് മതത്തെ ആയാലും മുസ്ലിം മതത്തെ ആയാലും ക്രിസ്ത്യൻ മതത്തെ ആയാലും വളരെ കൃത്യമായി ഹിന്ദുക്കൾക്കെതിരെയും ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയും തിരിച്ചുവിടുക എന്നൊരു അജണ്ടയുമായിട്ടാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞുപോയി കാശ്മീരിൽ എന്നുള്ളതാണ്. അവർ നല്ല വരുമാനം ഉണ്ടാക്കുന്നു, കൃത്യമായി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, അവിടത്തേക്ക് ടൂറിസ്റ്റുകൾ വരുന്നു. ഇപ്പോൾ ചെനാബ് നദിയുടെ കുറുകെ ലോകവിസ്മയമായ പാലവും വന്നു കഴിഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദി അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാൻ പല രൂപത്തിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. ആദ്യം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. ഇവിടെ വരുമാനം കുറയ്ക്കാൻ ശ്രമിച്ചു, കാശ്മീരിലെ ജനങ്ങളുടെ വരുമാനം കുറച്ച് പട്ടിണിക്കിട്ട് അതിലൂടെ അവർ ഇന്ത്യക്കെതിരെ ഒരു കലാപം തിരിച്ച് പാകിസ്ഥാൻ അനുകൂലമായി ഞങ്ങൾക്ക് പാകിസ്ഥാനാണ് വേണ്ടത് എന്ന് പട്ടിണിക്കിട്ട് ജനങ്ങളെ കൊണ്ട് പറയിക്കുക എന്നൊരു അജണ്ടയും കാശ്മീരിൽ പയറ്റുവാൻ അല്ലെങ്കിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, വലിയ ഭംഗിയായ രൂപത്തിൽ കാശ്മീർ വളർന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന, സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന മനോഹരമായൊരു താഴ്വര, കാശ്മീർ താഴ്വര നമ്മൾ പല രൂപത്തിൽ കാണുകയും കേൾക്കുകയും പാട്ടുമെല്ലാം കേട്ടിട്ടുള്ളതാണ്, അതിൻ്റെ മനോഹാരിത. അപ്പോൾ ആ രീതിയിലുള്ള കാശ്മീർ താഴ്വരയിലെ അവിടുത്തെ വെള്ളത്തിനും നദിക്കും ഒക്കെ വലിയ കഥകൾ പറയുവാനുണ്ട്. പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ വലിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ കാശ്മീരി പണ്ഡിറ്റുകൾ, ഒരു കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നിന്ന് ഓടിച്ച് അവർ ബ്രിട്ടനിലും അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ അഭയം പ്രാപിച്ചിരുന്നു. അവരെല്ലാം സ്വന്തം ദേശത്തിപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാശ്മീരി പണ്ഡിറ്റുകളുടെ തിരിച്ചുവരവ്, അവിടുത്തെ വരുമാനം, ആളുകളുടെ വരുമാനം കുറച്ചവരെ പട്ടിണിക്കിട്ട് കൊല്ലാമെന്നുള്ള രീതി അല്ലെങ്കിൽ അവരെ ഇന്ത്യക്കെതിരെ തിരിക്കാമെന്നുള്ള ചിന്ത, അതെല്ലാം പോയി തിരിച്ചു വന്നു. അതിനും അപ്പുറം പഹൽഗാമിൽ നമ്മെ ആക്രമിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ സിന്ധു നദീതടത്തിലെ ജലം തടഞ്ഞു വെക്കുന്നതായാലും മറ്റ് വ്യാപാര ബന്ധങ്ങൾ തടയുന്നതായാലും വേഗ അതിർത്തി അടച്ചതായാലും പഹൽഗാമിനെ നമ്മളെ ആളുകളെ കൊന്നതിന് 26 പേരെ കൊന്നതിന് വളരെ കൃത്യമായി അവരുടെ 13 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിലും അതുപോലെ തന്നെ ഭീകര സൈന്യ കേന്ദ്രങ്ങളിൽ
നമ്മൾ കൃത്യമായി ആക്രമണം നടത്തിയതുമൊക്കെ ഒരു കാലത്തും സ്വപ്നത്തിൽ പോലും പാകിസ്ഥാൻ കണ്ടു കാണില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ രൂപത്തിൽ പ്രതികരിച്ചതും എന്നാണ് നമ്മുടെ മോഡിയും അവതരിപ്പിക്കുന്നതല്ലേ പറയുന്നത്. എന്തായാലും തീർച്ചയായും ഇന്ന് കാശ്മീരിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു പുതിയ അധ്യായം കൂടി തീർത്തിരിക്കുകയാണ്. അതിവേഗ റെയിൽവേ പാതയും ട്രെയിനും ഇന്നു മുതൽ കാശ്മീരിൽ വന്നിട്ടുണ്ട്. എത്രയൊക്കെ ഭീകരവാദമുണ്ടെങ്കിലും കാശ്മീർ താഴ്വര കാണാൻ ടൂറിസ്റ്റുകൾക്ക് പുതിയ ഒരവസരമാണ് ഇന്നത്തോടുകൂടി കൂടുതലായി കൈവന്നിരിക്കുന്നത്.